സിറോ മലബാർ സഭ PRO ഫാദർ ടോം ഓലിക്കരോട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ 5 ദിവസം കഴിയുന്നു. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കോടതി അത് പരിഗണിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പരിഗണിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് NIA കോടതിയിലേക്ക് അത് കേസ് വിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത് അതാണ്. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്താണ്? ഈ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അതൊരു NIA കോടതി പരിഗണിക്കട്ടെ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഒരു തീവ്രത നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെ ഈ നിമിഷത്തിൽ കരുതണം. മാത്രമല്ല, താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോടതിക്ക് പുറത്തു വന്ന് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഭീഷണി മുഴക്കിയ അതേ ആളുകൾ, ബജ്റംഗ് ദൾ പ്രവർത്തകർ വീണ്ടും ഭീഷണി മുഴക്കുന്നു, ഇവരെ പുറത്തുവിടരുത് എന്നൊക്കെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ആരംഭത്തിൽ തന്നെ ഈ ഒരു കുറ്റപത്രത്തെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് അതിലെ 3 വകുപ്പുകൾ വളരെ പ്രത്യേകമായി മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പരിധി, അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ മനുഷ്യക്കടത്ത്, ഈ വകുപ്പുകൾ എഴുതി ചേർത്ത കുറ്റപത്രം കണ്ടപ്പോൾ തന്നെ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത് പരിവാർ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണെന്ന് നമ്മൾ വളരെ കൃത്യമായി ഇപ്പോൾ തിരിച്ചറിയുകയാണ്. മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻ കോടതിയിലും ജാമ്യം കിട്ടരുത് എന്നുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ആരംഭത്തിൽ ഉണ്ടാകാതിരുന്ന കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ FIR-ൽ പിന്നീട് പോലീസ് എഴുതി ചേർക്കുകയും അങ്ങനെ ഈ സിസ്റ്റേഴ്സിന് പരമാവധി ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള വളരെ ആസൂത്രിതമായ ഒരു കുറ്റപത്രം അവർ സമർപ്പിക്കുകയും ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് ആരംഭം മുതലേ നമ്മൾ ഈ ഒരു കുറ്റപത്രത്തെയും ഈ ഒരു ഗൂഢനീക്കത്തെയും തുറന്ന് എതിർത്തുകൊണ്ടിരുന്നത്. ഹിന്ദുത്വ ശക്തികളുടെ തിരക്കഥയ്ക്കനുസരിച്ച് ക്രമസമാധാന സംവിധാനങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദയനീയ ദൃശ്യമാണ് ഇപ്പോൾ ഭാരതം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം, നിയമാനുസൃതമായി ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വിധം കെണിയിൽപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കോടതിയുടെ മുമ്പിലുള്ള ജ്യോതി ശർമ്മയുടെ മുഖമടിച്ചു പൊളിക്കുമെന്ന് കന്യാസ്ത്രീമാരോട് ആക്രോശിച്ച, അതിലൊരു പെൺകുട്ടിയെ മർദ്ദിച്ച, സഹോദരനെ ഭീഷണിപ്പെടുത്തിയ ആ പരിവാർ ബജ്റംഗ് ദൾ പ്രവർത്തകയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോടതിയുടെ പുറത്ത് ആദ്യം വലിയ ആക്രോശവും സമ്മർദ്ദവുമായിട്ട് നിൽക്കുകയും പിന്നീട് ആഹ്ലാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, പോലീസിനെ സ്വാധീനിക്കുന്നു, നിയമ സംവിധാനത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ അവിടെ എന്തായിരിക്കും? അപ്പോൾ ഇത് ഗൗരവമായ ഇന്ത്യയുടെ ഒരു ദിശാമാറ്റത്തെ, നമ്മൾ അപകടകരമായ ഒരു ദിശാമാറ്റത്തെ നമ്മൾ കാണുകയാണ്. ഇതിനെ ശക്തമായി അപലപിക്കുകയും പ്രതിരോധിക്കുകയും നിയമ സംവിധാനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു പരിതോവസ്ഥ സൃഷ്ടിക്കപ്പെടണമെന്ന് നമ്മൾ ശക്തമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ വർഷങ്ങളായി ക്രൈസ്തവരായിരുന്നവരുടെ പിന്നെ എങ്ങനെയാണ് പുതുതായിട്ട് ക്രിസ്ത്യാനികളാക്കാൻ പറ്റുന്നത്? ആതുര ശുശ്രൂഷ രംഗത്ത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്തടക്കം ഏർപ്പെട്ടിരുന്നത് എങ്ങനെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ട് മാറുന്നത്? 19ഉം 20ഉം വയസ്സുള്ള യുവതികളെ അവരുടെ സഹോദരനോടൊപ്പം മാതാപിതാക്കളുടെ സമ്മതപത്രം അടക്കം യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് മനുഷ്യക്കടത്തായിട്ട് മാറുന്നത്? അപ്പോൾ ഇത് ഹിന്ദുത്വത്തിന്റെ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ